ആർ കവനീഷ് 2021 നീറ്റ് പ്രവേശന പരീക്ഷയിൽ ഓൾ ഇന്ത്യ 30ാം സ്ഥാനവും കേരള 3ാം സ്ഥാനവും കരസ്ഥമാക്കി എയിംസ് ഡൽഹി എന്ന തൻ്റെ സ്വപ്നം സാധ്യമാക്കി MBBS 2ാം വർഷ വിദ്യാർത്ഥിയായി തൻ്റെ പഠനം തുടരുന്നു. എയിംസ് ഡൽഹിയിലെ ഫസ്റ്റ് ഇയർ എക്സാമിലും ബെർലിനിലെ 2021 ബാച്ചിലെ വിദ്യാർത്ഥികളായ ഗൗരി ശങ്കറും ആർ കവനീഷും തന്നെയാണ് മുൻപിൽ. എയിംസ് ഫസ്റ്റ് ഇയർ എക്സാമിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ഗൗരി ശങ്കർ, 2ാം സ്ഥാനം കരസ്ഥമാക്കി ആർ കവനീഷ്. എയിംസ് ഡൽഹിയിലെ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ആർ കവനീഷ് ഒരിക്കൽ കൂടി ബെർലിൻ ഫാമിലിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹായ് ഓൾ, ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം ആർ കവനീഷ്. 2021 നീറ്റ് എൻട്രൻസ് എക്സാമിൽ കേരള റാങ്ക് 3ാം സ്ഥാനവും ഓൾ ഇന്ത്യ തലത്തിൽ 30 റാങ്കും കരസ്ഥമാക്കിയ ആർ കവനീഷ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആളിപ്പോൾ എയിംസ് ഡൽഹിയിലാണ്, 2ാം വർഷ വിദ്യാർത്ഥി, റൈറ്റ്? അതെ. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ഇപ്പോൾ ബെർലിനിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ബെർലിനിലായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികളോടും ഒക്കെ ആയിട്ട് ഒരുപാട് വിശേഷങ്ങൾ ആർ കവനീഷിന് പങ്കുവയ്ക്കാനുണ്ട്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഒരു ഡൽഹിയിൽ എയിംസിലൊക്കെ ചെന്നിട്ട് എങ്ങനെയുണ്ട്? ഒരു സ്വപ്നം സാധ്യമാക്കി, ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു അതിന്റെ പിന്നിൽ, അല്ലേ? ഇവിടെ എനിക്ക് 2 വർഷമായി ഞാൻ റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. അതിനുള്ള കഷ്ടപ്പാട് നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നെ നീറ്റ് എക്സാം എഴുതി അങ്ങനെ ഡൽഹി പോയി കഴിഞ്ഞിട്ടാണ് അതിന്റെ വാല്യൂ മനസ്സിലാകുന്നത്. കഷ്ടപ്പെട്ടതിന്റെ ഒരു വാല്യൂ എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് തിരിച്ചറിയുന്നത് അപ്പോഴായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ എയിംസ് ഡൽഹി ആണെങ്കിൽ നല്ലൊരു കോളേജാണ്, വലിയ കോളേജാണ്, ഇന്ത്യയിലെ നമ്പർ 1 കോളേജാണ്. ആ നമ്പർ 1 കോളേജിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത്. അവിടെ ചെന്ന് എക്സ്പീരിയൻസ് നല്ല പ്രൊഫസേഴ്സും അവിടെ ഉള്ള ടെക്നോളജീസും പിന്നെ പ്രൊഫസേഴ്സിന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. നല്ലൊരു ടീച്ചിങ് ഇതുണ്ട്, നല്ല സമയം എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പിന്നെ റിസർച്ച് ആക്ടിവിറ്റീസിലും അങ്ങനെ കൂടുതൽ കാര്യങ്ങളിലും കുറേ നമുക്ക് ലൈക്ക് സ്പൂൺ ഫീഡിങ് ഇല്ലെന്നാണ് നമ്മൾ കോളേജിൽ കേൾക്കുന്നത്. പക്ഷേ ആ സ്പൂൺ ഫീഡിങ്ങിലും മിനിമം ലെവലിലും അവിടെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ പ്രൊഫസേഴ്സ് നമുക്ക് പറഞ്ഞു തരും. ഏത് സമയത്ത് ബ്രില്യൻറ്റ് പോലെ നമുക്ക് ഏത് സമയത്ത് പ്രൊഫസറിനെ പോയി കാണാം. കുറേ റിസർച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇതില്ലാതെ നമുക്ക് ക്യൂസസിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ സെയിംസ് സ്പോൺസർ ചെയ്ത് അയച്ചു തരുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്, ലൈക്ക് ഞാൻ ഡൽഹിയിലായിരുന്നു, എനിക്ക് ഭോപ്പാൽ ഒരു ക്യൂസ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് പോകാനായിരുന്നു. പക്ഷേ എനിക്ക് ലൈക്ക് ട്രെയിൻ ചാർജസ് ഒക്കെ ഓൾമോസ്റ്റ് 5,000 rupees ആവുമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ അക്കാഡമിക് സെക്ഷനിൽ പോയി പറഞ്ഞപ്പോൾ അവർ എനിക്ക് ടിക്കറ്റിനുള്ള എല്ലാ പൈസയും തന്നായിരുന്നു. സോ അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് തന്നെയാണ് നമുക്ക് എയിംസിൽ കിട്ടുന്നത്. സോ അതൊക്കെ എനിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു വിദ്യാർത്ഥിയോട് ഒരു മാതാപിതാക്കൾ എത്രമാത്രം കരുതലോടുകൂടിയാണോ ബിഹേവ് ചെയ്യുന്നത്, അല്ലെ? അതേപോലെ ഒരു കരുതലോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഒരു എയിംസ് ഡൽഹിയിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റീസ് ആവട്ടെ, അത് എൻറ്റയർ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ അങ്ങനെയാണ് എന്നാണ് ആർ കവനീഷ് ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബെർലിനിലെ നിരവധി വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെയൊക്കെ പരിചയപ്പെട്ടോ? കണ്ടോ? കണ്ടായിരുന്നു. നമ്മുടെ നന്ദിത വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബെർലിനിൽ നിന്ന് അഖിൽ, സയോന എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും കണ്ടായിരുന്നു. പിന്നെ അവർക്കിപ്പോൾ എക്സാം കൂടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ലൈക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബെർലിനിൽ നിന്ന് പിന്നെ ആൾക്കാർ വരുമ്പോൾ. അത് ഒരു ഫാമിലി പോലെയാണ്, മലയാളീസ് ഒരു ഫാമിലി പോലെയാണ് അവിടെ എക്സിസ്റ്റ് ആകുന്നത്. നമ്മളിവിടെയും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ട് പറയുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നത് ബെർലിൻ ഫാമിലി എന്നാണ്. അവിടെ പോയി ആ ബ്രില്യൻറ്റ് ഫാമിലി കണ്ടിന്യൂ ആകുന്നുണ്ട്. മലയാളീസ് എന്ന് പറഞ്ഞ് കുറേ ഒരു ഫാമിലി ആയിട്ട് ഇരിക്കുന്നുണ്ട്. എപ്പോഴും മലയാളീസിന് സപ്പോർട്ടായിട്ട് കാണും. പിന്നെ അതൊരു നല്ലൊരു ഹാപ്പി ആയിട്ട് ഫീലിംഗ് ആണ്. നമുക്ക് ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞിട്ട് നമ്മളൊരു വേറൊരു സ്റ്റേറ്റിലാണ്, നമുക്ക് ഇവിടെ എല്ലാവരും ഹിന്ദി സംസാരിക്കുന്നത്, അങ്ങനെ ഒരു ഫീലിങ്സ് കിട്ടുന്നില്ല. നമുക്ക് അറിയാവുന്ന ഒരു 10 പേര് 20 പേര് ഉണ്ടെങ്കിൽ അവരായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. കുറേ പ്രൊഫസേഴ്സ് ഉണ്ട്, മലയാളി പ്രൊഫസേഴ്സ് ഉണ്ട്. അവരും പറയാറുണ്ട് ഇങ്ങനെ നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ട്, എന്ത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞത്. അങ്ങനെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് എയിംസിലുള്ളത്. നമുക്ക് പേടിക്കാൻ അത്രയ്ക്കില്ല. ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ചിന്തിക്കുമ്പോൾ ഡൽഹിയിലല്ലേ, മറ്റൊരു സംസ്ഥാനത്തല്ലേ, അപ്പോൾ മലയാളികൾക്ക് എത്രമാത്രം അവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, അതിനൊക്കെ ഒരു വലിയ ഉത്തരവാണ് ഇപ്പോൾ ആർ കവനീഷ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് എല്ലാ തരത്തിലും, അല്ലെ? പഠിക്കുന്ന കാര്യത്തിൽ പോലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക അപ്ഡേറ്റഡ് ആയി, അല്ലെ? ഏറ്റവും ലഭിക്കാവുന്ന ഏറ്റവും നമുക്ക് കിട്ടാവുന്ന മാക്സിമം ആണ് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്. അതാണ് എയിംസിന്റെ നമ്പർ 1 പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്പർ 1 എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കിട്ടുന്നുണ്ട്. പഠിപ്പിക്കുന്ന രീതിയിലായാലും നമുക്ക് റീസെന്റ് ആയിട്ടുള്ള എല്ലാ അഡ്വാൻസസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് ലെക്ചർ എടുക്കാൻ വരുന്നത്. അതില്ലാതെ പ്രൊഫസേഴ്സും നമുക്ക് എല്ലാം ലൈക്ക് മലയാളീസ് ഒരു ഗ്രൂപ്പ്, ലൈക്ക് നോർത്ത് ഇന്ത്യൻസ് ഒരു ഗ്രൂപ്പ്, അങ്ങനെയല്ല. എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആകും. എല്ലാവരും ലൈക്ക് നമ്മള് ഒരു കോമൺ പാൻ ഇന്ത്യ പോലെ എല്ലാവരും ഒരു കോമൺ പീപ്പിൾ.
നമ്മൾ അവിടെ പോയി ഹിന്ദി പഠിക്കും, പിന്നെ എല്ലാം ഒരുമാതിരി ആയിരുന്നു. ലൈക്ക് വി ആർ ബിക്കമിങ് എ പബ്ലിക് പ്രോപ്പർട്ടി. നമ്മൾ നേഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു നമ്മളെ മാക്സിമം നമ്മളെ പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ്. ഇപ്പോൾ കവിനീഷ് നമ്മളോട് പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് അവിടെ വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കവിനീഷ് സെക്കൻഡ് ഇയർ ആണ്, പക്ഷെ തേർഡിലും ഫോർത്തിലും ഒക്കെ ബെർലിനിലെ വിദ്യാർത്ഥികൾ, മലയാളി വിദ്യാർത്ഥികളില്ലേ? ഞാൻ തേർഡ് ഇയർ ഫോർത്ത് ഇയർ മാത്രമല്ല ഇന്റേൺസിനെ വരെ കണ്ടിട്ടുണ്ട്, പഠിച്ചിറങ്ങിയവരുണ്ട്, അവിടെ തന്നെ ഇപ്പൊ PG ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ അവരെയും കണ്ടിട്ടുണ്ട്. ലൈക്ക് അതുകൊണ്ട് നമുക്ക് മീഡിയ സീരീസ് അറിയാമെങ്കിൽ അവർ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും, അതിനെക്കാട്ടും വലിയ സീനിയേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കും. അവർ പറയും ഏതൊക്കെ ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്തൊക്കെ പഠിക്കണം, നിങ്ങൾ എങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടിരിക്കണം, അതൊക്കെ അങ്ങനെ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. ഇപ്പൊ എയിംസിൽ എത്തുന്ന മലയാളി വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും നമ്മുടെ ബെർലിനിലെ വിദ്യാർത്ഥികൾ തന്നെയാണ്. എയിംസിൽ എത്തുന്ന മലയാളീസിലൊക്കെ മാക്സിമം 80-90% നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ പോയാൽ തന്നെ ബ്രില്യൻ്റ് ആണോ ചോദിക്കേണ്ട ചോദ്യം ഇല്ലായിരുന്നു, മാക്സിമം ബ്രില്യൻറ്റിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യം അവര് ആദ്യം ഒന്ന് ചോദിക്കും, പക്ഷെ ബ്രില്യൻ്റ് ആണ് അല്ലെ, ബ്രില്യൻ്റ് അല്ലേ, ബ്രില്യൻ്റ് അല്ലേ എന്നുള്ളൊരു ചോദ്യം അവര് തീർച്ചയായിട്ടും മലയാളികളെ കാണുമ്പോൾ ഹീസ് ഫ്രം ബ്രില്യൻ്റ് എന്നുള്ളത് കൺഫേം ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് RR കവിനീഷിന്? ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്ര നാളും പഠിച്ചു വന്നൊരു ഒരു ലോകമല്ല, അത് വേറൊരു ലോകമാണ് അല്ലെ എയിംസ് ഡൽഹി എന്ന് പറയുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾ സ്വപ്നം കാണുന്ന, എന്നാൽ വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രം എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു ക്യാമ്പസ് ലോകമാണത്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എനിക്ക് ആദ്യം പറയാനുള്ളത് ഹോസ്റ്റൽ ലൈഫാണ്. ഹോസ്റ്റൽ ലൈഫിൽ നമുക്ക് ഇങ്ങനെ പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഇല്ല, അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക്. ഇങ്ങനെ 9 മണി 10 മണി ആയാൽ നമുക്ക് റൂമിനകത്ത് കയറണം, ഹോസ്റ്റലിനകത്ത് കയറണം, അങ്ങനെ ഒരു റൂൾസ് ഇല്ല. നമ്മൾ 1 മണി ആയാലും 2 മണി ആയാലും ആരും ചോദിക്കാൻ പോകുന്നില്ല. സോ നമ്മളിപ്പോൾ ഒരു റിസർച്ച് ആക്ടിവിറ്റിയിലുണ്ട്, ഇപ്പോൾ പ്രൊഫസേഴ്സ് ഒക്കെ രാത്രി വരെ കാണും, നമുക്ക് ആ റിസർച്ച് ആക്ടിവിറ്റിയിൽ നമുക്ക് രാത്രി വരെ അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇപ്പോൾ ഒരു റിസർച്ച് ആക്ടിവിറ്റി ചെയ്യുന്നുണ്ട്, അത് നമുക്ക് രാത്രി 1 മണി 2 മണി ചിലപ്പോൾ വേണമെങ്കിൽ അവിടെ തന്നെ ഇരിക്കാം, അതിനൊന്നും ആരും ഒന്ന് ലൈക്ക് ഡിസ്റ്റർബൻസ് ഇല്ല. പ്ലസ് അങ്ങനത്തെ അവിടെ ലൈക്ക് നൈറ്റ് ലൈഫ് ഈസ് ലൈക്ക് മോർ ഡേ ലൈഫ് പോലെ തന്നെയാണ്. സോ നമുക്ക് ഇങ്ങനെ ഉറക്കം വരുന്നത് ലൈക്ക് 11 മണി ആയാൽ ഉറങ്ങണം തോന്നുന്നതൊക്കെ അവിടെ ഇച്ചിരി കുറയും. ലൈക്ക് രാത്രി ആയാലും നമുക്കൊരു ഡേ പോലെ ഫീൽ ചെയ്യുന്നത്, അത്രയ്ക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കും രാത്രിയും. അപ്പോൾ നമുക്കൊരു 24 hours ആയിട്ട് ഇച്ചിരി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോളി ആയിട്ട് ഇരിക്കാൻ പറ്റും. അതിലത് രാവിലെ ക്ലാസ് ഒക്കെ മാക്സിമം ഫസ്റ്റ് ഇയറിൽ 9 to 5 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ പോവാം. ക്ലാസ് ലെക്ചർ ഹാളൊക്കെ നല്ല ലെക്ചർ ഹോൾസ് ആണ്. ഹോസ്റ്റൽസ് ബിൽഡിംഗ് ഇത് പണ്ട് ലൈക്ക് കുറെ ദിവസം മുമ്പ് പണിതുകൊണ്ട് ഇച്ചിരി ഹോസ്റ്റലൊക്കെ പഴയ ബിൽഡിങ്സ് ആണ്, പക്ഷെ ഇത് ഓരോ വർഷം അവർ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നീറ്റ് ടോപ്പേഴ്സിന്റെ കൂടെയാണ് പഠിക്കുന്നത് അല്ലെ, ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് തൊട്ട് അല്ലെ ഉണ്ട് ആളുകളുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സൗഹൃദം ഇപ്പൊ തീർച്ചയായിട്ടും ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് തന്നെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. അപ്പോൾ ആ ഒരു സൗഹൃദം ഒക്കെ എങ്ങനെ ഉണ്ടാവും നമ്മുടെ ഈ ഒരു മുന്നോട്ടുള്ള? മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇവിടുന്ന് നമ്മൾ നീറ്റ് സമയത്ത് ഇച്ചിരി കോമ്പറ്റേറ്റീവ് ആയിരിക്കും. എനിക്ക് ഇച്ചിരി കൂടി നല്ല മാർക്ക് കിട്ടണം, അങ്ങനെ നമ്മൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് പഠിക്കുന്നതാണ് നമ്മൾ. പക്ഷേ എയിംസ് ഇങ്ങനെ MBBS ഒക്കെ കയറി കഴിഞ്ഞിട്ട് ആ കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നിന്ന് നമ്മൾ മാക്സിമം 1 മാസത്തിൽ നിന്ന് വലിയ വരും. അതായിരുന്നു നമുക്ക് സീനിയേഴ്സ് നമുക്ക് മെയിൻ ആയിട്ട് പറഞ്ഞത്. ഇവിടെ വന്നിട്ട് നീറ്റിനെ പോലെ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടണമല്ല. അപ്പൊ എല്ലാ ബ്രില്യൻറ്റ് പീപ്പിളും നമുക്ക് എല്ലാവർക്കും അറിയണമെന്ന രീതിയിൽ ഡിസ്കസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് മാക്സിമം നോളജ് കിട്ടും. ഇപ്പൊ എല്ലാവരും ഒരുപോലെ തന്നെ നോളജ് ഗെയിൻ ചെയ്യും. ഇപ്പൊ ലൈക്ക് എന്റെ ഫ്രണ്ട് ഒരു ബുക്കിൽ നിന്ന് വായിച്ചു, അവൻ എന്റെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ എനിക്ക് ഞാൻ വായിച്ചില്ലായിരുന്നു, പക്ഷെ എനിക്ക് ഒരു 5 മിനിറ്റിൽ അവൻ 6 മണിക്കൂർ എടുത്ത് വായിച്ച നോളജ് എനിക്ക് കിട്ടി. അതുപോലെ ഞാൻ ഒരു 6 മണിക്കൂർ എടുത്ത് വേറെ ടോപ്പിക് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവന് പറയും. അപ്പൊ ഇങ്ങനെ നമുക്ക് ടൈം ലിമിറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അതാണ് ഈ എയിംസിൽ അതൊരു പ്രത്യേകത. പ്ലസ് ആ കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നമ്മൾ പുറത്തു വരും. നമുക്ക് മാക്സിമം എല്ലാവരും നല്ല ഡോക്ടർ ആകണം, അത്രേ ഉള്ളൂ. എല്ലാവരും പാസ്സാകണം, എല്ലാവരും നല്ല ഡോക്ടർ ആകണം. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആകുമ്പോൾ അതൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് സ്ട്രെസ് ആകുന്ന അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഇല്ല. അതൊരു നല്ലൊരു എൻജോയ്മെന്റ് തന്നെയാണ്. ഫ്രണ്ട്ലി ആയിട്ട് മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും അങ്ങ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും കവിനീഷിന് ഒരു വിജയത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ കവിനീഷിന് നമ്മുടെ എയിംസ് ഡൽഹി എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കവിനീഷ് എഫേർട്ട് എടുത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ ടീം ബ്രില്യൻറ്റിലെ ഒരുപാട് ഫാക്കൽറ്റീസ് ആവട്ടെ, അതുപോലെ നമ്മുടെ ഡയറക്ടേഴ്സ് അല്ലെ, ക്ലാസ് മെന്റേഴ്സ് എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു ബ്രില്യൻറ്റ് മോൾഡ് ചെയ്തെടുത്തൊരു കവിനീഷിനെ കുറിച്ച് എന്താണ് പറയുന്നത്? എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിട്ടുന്ന സമയം ഞാൻ പറയുന്നത് നീറ്റിൻ്റെ സമയത്തായിരുന്നു. പക്ഷെ ആ സ്ട്രെസ് ഉള്ള സമയത്ത് എന്നെ ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ക്ലാസ് ടീച്ചേഴ്സും കോർഡിനേറ്റർ സാറായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ വിവേക് സാറായിരുന്നു. വിവേക് സാർ എന്നെ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്.
എക്സാം ഒക്കെ ഉള്ള ദിവസം ചിലപ്പോൾ മാർക്ക് കൂടി പോയാൽ ഓക്കെ കുഴപ്പമില്ല നല്ലതാണ്, ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ചിലപ്പോൾ കുറഞ്ഞു പോകാറുണ്ട്. ആ സമയത്തായിരിക്കും ഞാൻ മാക്സിമം സ്ട്രെസ്സിലായിരിക്കും. അപ്പോൾ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, ഇത് നീറ്റ് എക്സാം ഒന്നുമല്ല, ജസ്റ്റ് ആ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ചിലപ്പോൾ ഒരേ ചാപ്റ്റർ ആണെങ്കിൽ അതെടുത്ത് നന്നായിട്ട് വായിച്ച് നോക്കുക. ഈവൻ ജോർജ് സാറിന്റെ റിസൾട്ട് അനൗൺസ്മെന്റ് മീറ്റിംഗിലൊക്കെ കയറാറുണ്ട്. സാർ അവർ പറയാറുണ്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് തെറ്റ് ചെയ്യുന്നത് അത്ര ലക്കിയാണ് നിങ്ങൾ, ബിക്കോസ് ആ തെറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് അറിയാതായിരുന്നു. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാൻ പറ്റിയല്ലോ. ഇല്ലെങ്കിൽ ഇപ്പോൾ ഇത് തെറ്റില്ല, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ നീറ്റിലേക്ക് വരുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അത് തെറ്റായിരുന്നു. അപ്പം അത് നിങ്ങൾ ലക്കി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അതൊക്കെ സാർ പറയാറുണ്ട്. പിന്നെ കോർഡിനേറ്റർ സാറ്, എനിക്ക് ഞങ്ങൾ സെക്കൻഡ് ഇയർ മൊത്തം ഞാൻ കോവിഡ് ബാച്ച് ആയതുകൊണ്ട് ഓൺലൈനിലായിരുന്നു. അപ്പോൾ സാറ് നമുക്ക് സ്പെഷ്യലായിട്ട് ഓഫ്ലൈൻ എക്സാം സെൻറ്ററിൽ വന്ന് എഴുതാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു തന്നായിരുന്നു എനിക്ക്. ഞാൻ ചാവറ സ്കൂളിൻ്റെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സാറ് എനിക്ക് ചാവറ സ്കൂളിൽ വന്ന് ഓഫ്ലൈൻ എക്സാം എഴുതാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ചെയ്തു തന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു റിയൽ എക്സാമിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ശ്രീനാഥ് സാറും ക്ലാസ് ടീച്ചറും ഡയറക്ടർ സാറും എല്ലാവരും ഈക്വലി എനിക്ക് മോട്ടിവേഷൻ തന്നുകൊണ്ട് തന്നെയായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ 2 വർഷത്തെ തയ്യാറെടുപ്പായിരുന്നു അല്ലെ നമ്മുടെ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലെ റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ കവിനീഷിന് എങ്ങനെയായിരുന്നു ഒരു 2 വർഷത്തെ തയ്യാറെടുപ്പ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റ് നേടാൻ പറ്റൂ എന്നൊക്കെ പറയാറുണ്ട്. കവിനീഷിനെ സംബന്ധിച്ചിടത്തോളം കവിനീഷ് നമ്മുടെ റെസിഡൻഷ്യൽ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ ഒരു 2 വർഷത്തെ തയ്യാറെടുപ്പ് അത് എത്രമാത്രം യൂസ്ഫുൾ ആയിരുന്നു? അതുപോലെ തന്നെ +1 +2നോടൊപ്പം ഈ ഒരു എൻട്രൻസ് എക്സാമിനും കൂടിയുള്ള ഒരു അപ്രോച്ച് നടത്തുന്നതിനുള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്? ബ്രില്യൻ്റ് റെസിഡൻഷ്യൽ ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഇച്ചിരി സ്ട്രെസ് ഇച്ചിരി കുറച്ചിരുന്ന പോലെ ഒരു റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു. ലൈക്ക് നമുക്ക് ഇംഗ്ലീഷും മാത്സിനും മാത്രമായിരുന്നു സ്കൂളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബ്രില്യൻ്റ് ബാക്കി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി നോക്കുന്നുണ്ട്. നമുക്ക് ഇച്ചിരി സ്ട്രെസ് കുറവായിരുന്നു. അതിലത് ബ്രില്യൻ്റ് ഈ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി നമുക്ക് ഓഫ്ലൈൻ ആയ സമയത്ത് ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് എക്സാം ഉണ്ടായിരുന്നു, തിയറി എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ബോത്ത് നമുക്ക് ബോർഡ് എക്സാമിന് പ്രിപ്പറേഷനും ഇതിനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു ബ്രില്യൻ്റ്. അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ബിക്കോസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ 1 വർഷം ഞാൻ വേസ്റ്റ് ചെയ്യണം. ജോർജ് സാർ പറയാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ വേസ്റ്റ് ചെയ്യുന്ന 1 വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ലാസ്റ്റ് 1 വർഷം വർക്ക് ചെയ്യുമല്ലോ, ആ സമയത്ത് നിങ്ങൾ ഏൺ ചെയ്യാൻ പോകുന്ന 1 കോടിയോ 2 കോടിൻ്റെ വർത്താണ് നിങ്ങൾ 1 വർഷം റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സാറ് പറയുന്നതൊക്കെ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതില്ലാതെ അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. രാവിലെ കുറച്ച് സമയം മാത്രം സ്കൂൾ വെച്ചിട്ട് ഈക്വൽ സമയം ഞങ്ങൾക്ക് കോച്ചിങ്ങിന് തരാറുണ്ടായിരുന്നു. 2 വർഷം കൂടെ ഉള്ളതുകൊണ്ട് ലൈക്ക് ആ 1 വർഷത്തിൽ 2 വർഷത്തിൽ ടോപ്പിക് പഠിക്കുന്ന കാര്യം ആ 2 വർഷം ഇച്ചിരി കൂടി എഫേർട്ട് കൂട്ടിയിട്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു 2 വർഷം ആത്മാർത്ഥമായിട്ട് പഠിച്ചു, ബെർലിൻ്റെ ഒരുക്കിയ ഒരു വഴികളിലൂടെ ഒക്കെ നടന്നു. ഫൈനലി ഡ്രീം കം ട്രൂ അല്ലെ? എയിംസ് ഡൽഹിയിൽ ഇപ്പോൾ 2ാം വർഷ വിദ്യാർത്ഥിയായി RR കവിനീഷ് എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ തീർച്ചയായിട്ടും നമുക്കിപ്പോൾ അറിയാം നമ്മുടെ ഒരു എക്സാമിൻ്റെ, അതായത് നീറ്റ് 2023 ഒരു കാലഘട്ടത്തിലേക്കൊക്കെ വരികയാണ്. അപ്പോൾ RR കവിനീഷിനെ പോലെ ഇപ്പോൾ ലൈക്ക് പഠിച്ച് ഇതുപോലെ തന്നെ സ്വപ്നം എയിംസ് ഡൽഹിയും അല്ലെങ്കിൽ എയിംസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളൊക്കെ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് ഈ വർഷവും ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൽ. അതായത് ശരിക്കും പറഞ്ഞാൽ അടുത്ത വർഷം കവിനീഷ് നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വരെ ഇവിടെ ഇപ്പോൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ആ കവിനീഷ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പഠിക്കാൻ കാണിച്ചിരുന്ന ഒരു വേ ഓഫ് അപ്രോച്ച് ഉണ്ടല്ലോ, ടൈം ടേബിൾ ആവട്ടെ, അതുപോലെ സ്ലീപ്പിംഗ്, ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് പറയാം. ഞാൻ കേട്ടത് ഇവർക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. സോ അപ്പോൾ ഇവർക്ക് ഇനി മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്, സോ നമ്മൾ ഇനി മോഡൽ എക്സാംസ് ആണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. സോ മോഡൽ എക്സാംസിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു മോഡൽ എക്സാം എഴുതുക. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് എഴുതുക. സോ ആഫ്റ്റർനൂൺ ആണെങ്കിൽ എക്സാം ആണെങ്കിൽ കറക്റ്റ് 2 to 5 എക്സാം എഴുതുക. എല്ലാ ദിവസവും 2 to 5 എക്സാം എഴുതുക. സോ ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നീറ്റ് എക്സാം ആണ് വിചാരിക്കുക. സോ 2 to 5 ആണെങ്കിൽ കഴിക്കുന്നത് ഒരു 11:30 തന്നെ കഴിക്കുക. ബിക്കോസ് നമ്മൾ എപ്പോഴും നീറ്റ് എക്സാമിന് പോകുമ്പോൾ ടൈം ശരിക്കും നമ്മൾ ഏർലിയർ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈം 11 മണി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് 10:30 തന്നെ കഴിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സോ നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. സോ നിങ്ങളുടെ ലഞ്ച് ടൈം ഇനി അഡ്വാൻസ് ആക്കുക. സോ 11:30, 11 അപ്പോൾ തന്നെ കഴിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് കൂൾ ഓഫ് ടൈം ഒക്കെ വെക്കുക. ഇപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്തോ, നിങ്ങൾ വീട്ടിൽ ഉള്ളപ്പോൾ പ്രിപ്പയർ ചെയ്തോ. പക്ഷേ കഴിക്കുന്ന ലഞ്ച് ടൈം മുമ്പായിരിക്കും. ബിക്കോസ് ഇപ്പോൾ വീട്ടിൽ നിന്ന് 1 മണിക്ക് കഴിച്ചിട്ട് എക്സാം എഴുതുവാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എക്സാമിൻ്റെ ദിവസം നമ്മൾ 11 മണിക്ക് 10:30 കഴിച്ചിട്ട് പോകുമായിരിക്കും. പിന്നെ എക്സാമിൻ്റെ സമയത്ത് ചിലപ്പം ടയർഡായി പോകുമായിരിക്കും. അപ്പോൾ ആ സമയം ഇപ്പോൾ മാറ്റി വെക്കുക. പിന്നെ എല്ലാ ദിവസവും 2 to 5 വരെ എക്സാം എഴുതുക. അത് കഴിഞ്ഞിട്ട് അത് അനലൈസ് ചെയ്യുക. എവിടെയൊക്കെയാണ് തെറ്റ് വരുന്നത്, ഏത് ടോപ്പിക്കാണ് തെറ്റ് വരുന്നത്, അതെടുത്ത് വായിക്കുക. സോ പഠിക്കുന്ന കാര്യത്തിലും സെൽഫ് അനലൈസ് ചെയ്യുക. ലൈക്ക് എനിക്കിപ്പോൾ ഈ ചാപ്റ്റർ വീക്കാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ ലൈക്ക് കുറേ ക്വസ്റ്റ്യൻസ് തെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ എടുത്ത് നന്നായിട്ട് വായിക്കുക.
സമയം സ്പെൻഡ് ചെയ്യുക. 6 മണിക്കൂർ 7 മണിക്കൂർ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും കുഴപ്പമില്ല. ആ ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ 10 ക്വസ്റ്റിനെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ 10 ക്വസ്റ്റിനിൽ 8 ക്വസ്റ്റിന് ഇതുവരെ തെറ്റിച്ചു. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളതാണ് കാര്യം. സോ അത് എടുത്ത് കുറേ സമയം സ്പെൻഡ് ചെയ്ത് അത് നന്നായിട്ട് മനസ്സിലാക്കുക. ബ്രില്യൻറ്റ് സാർമാരുടെ അടുത്ത് ചോദിക്കുക, ഇത് എന്തുകൊണ്ടാണ് ചെയ്തത്. നിങ്ങൾ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്ത് കാണുമല്ലോ, അപ്പോൾ ആ രീതി തെറ്റായത് കൊണ്ടല്ലേ അത് ആൻസർ തെറ്റായത്. അപ്പോൾ പ്രൊഫസേഴ്സ് അടുത്ത് ചോദിക്കുക, പ്രൊഫസേഴ്സ് ഈസിലി അപ്രോച്ചബിൾ ആണ്. അപ്പോൾ പ്രൊഫസേഴ്സ് അടുത്ത് ചോദിക്കുക. എല്ലാ ദിവസവും രാവിലെ പഠിക്കുക, ആ 2 to 5 എക്സാം എഴുതുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അനലൈസ് ചെയ്യുക, പിന്നെ രാവിലെ എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് ടോപ്പിക് പഠിക്കുക. പിന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ബിക്കോസ് ഇനി ഐ തിങ്ക് 98 ചാപ്റ്റർ ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ 98 ചാപ്റ്റർ റിവൈസ് ചെയ്യണമെങ്കിൽ ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ 2 മണിക്കൂർ 3 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോൾ അത് അനുസരിച്ച് ലൈക്ക് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ദിവസം ഞാൻ ബയോളജി ഫിസിക്സും പഠിക്കും, പിന്നെ അടുത്ത ദിവസം കെമിസ്ട്രിയും ബയോളജിയും പഠിക്കും. ബിക്കോസ് ബയോളജിയിൽ കൂടുതൽ ചാപ്റ്റർ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഈക്വലായിട്ട് നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ടോപ്പിക്സിനൊക്കെ ഡിവൈഡ് ചെയ്ത് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. എക്സാമിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 1 പ്രാവശ്യം 2 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്ത് തീർക്കുക. വീക്കായുള്ള ടോപ്പിക്കിന് ഇച്ചിരി കൂടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 700 മേലൊക്കെ ഈസി ആയിട്ട് കിട്ടാവുന്ന എക്സാമാണ് നീറ്റ്. അപ്പോൾ ആർ കവനീഷ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ടൈമൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അതുപോലുള്ള സമയം, ഇനിയുള്ള സമയം എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോലും ക്രമീകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കവനീഷ് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ ഒരു ചേട്ടനെ പോലെ നിന്നുകൊണ്ട് കവനീഷ് നിങ്ങളോട് പറഞ്ഞു. സോ തീർച്ചയായിട്ടും എല്ലാവരും ഇനിയുള്ള സമയം വിലപ്പെട്ടതാണ് എന്ന തിരിച്ചറിവോടുകൂടി തന്നെ കവനീഷ് പറഞ്ഞതുപോലൊക്കെ തന്നെ നമ്മളും നമ്മുടെ പഠനത്തെ ചിട്ടയായി ഇനിയുള്ള സമയം ചിട്ടയായി തന്നെ ക്രമീകരിക്കുക. സോ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് പോലെ തന്നെ സ്മാർട്ട് വർക്കും വേണം. യെസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശംസ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവരും ടാലന്റഡ് ആണ്. എല്ലാവരും ടാലന്റ് ആയതുകൊണ്ടാണ് ബ്രില്യൻറ്റിൽ കയറിയിരിക്കുന്നത്. ബ്രില്യൻറ്റ് അതിനുള്ള മാക്സിമം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സോ ഇനിയുള്ള സമയത്ത് ഭയങ്കര എഫക്റ്റീവായിട്ടും എല്ലാ സമയവും നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഫൈനൽ എക്സാമിൽ 1 മാർക്കോ 2 മാർക്കോ സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ യൂസ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാത്തതും മറന്നു തോന്നുന്ന ടോപ്പിക്കൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. യെസ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.